കണ്ടോ നമ്മുടെ മീൻ കറി, മത്തി മാങ്ങയിട്ട് കറി വെച്ചത്. നല്ല സൂപ്പർ മത്തിക്കറിയാണ്. മാങ്ങയിട്ട് കിട്ടാതിരുന്ന് കിട്ടിയപ്പോൾ അതിനൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട് എനിക്ക്. നല്ല മീനാണ് കേട്ടോ. കുഴപ്പമില്ല. ഹലോ, ഗുഡ് ഈസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിൽ മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി ഒരുപാട് നാളെ സെഷനൊക്കെ ഇച്ചിരി മത്തി കിട്ടിയേ. അപ്പം ഞാൻ മത്തി പച്ചക്കറി വയ്ക്കാൻ പോകണം. മാങ്ങയിട്ട് പച്ചക്കറി 1 കിലോ വാങ്ങിച്ചു കേട്ടോ. കൂടുതലൊന്നും വാങ്ങിച്ചില്ല. 1/2 കിലോ മത്തി വാങ്ങിച്ചു. 1/2 കിലോ നല്ല മത്തി. നല്ല മത്തി കിട്ടി. മത്തി മാങ്ങയിട്ട് പച്ചക്കറി വയ്ക്കാം. മാങ്ങയിട്ട് പച്ചക്കറി വയ്ക്കാൻ പോകും. പിഷും കേട്ടോ. അപ്പം ഞാൻ ഇനി ഒന്ന് തേച്ച് കഴിക്കേണ്ടത്. ഞാൻ ഓൾറെഡി അവർ വെട്ടി തന്നതാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതി ഉണ്ടല്ലോ. ഉപ്പിട്ട് ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് അതിൻ്റെ ഉള്ളും വെള്ളം കളഞ്ഞ് അടിപൊളിയാക്കണം. ഓക്കെ, ഞാൻ എൻ്റെ വൃത്തിയാക്കിയിട്ട് വരാമേ. അപ്പം നമ്മുടെ മത്തി ഞാനിവിടെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അരിയട്ടെ കേട്ടോ. ബാക്കി ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം പച്ചമുളകൊക്കെ ഒന്ന് കീറിയെടുക്കട്ടെ. പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒക്കെ ഒന്ന് കീറിയെടുക്കട്ടെ. കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ നമുക്ക്. കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഇനി ഞാൻ ചെന്നപ്പോൾ മത്തി ഉണ്ടെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ആ മത്തി 1/2 കിലോ വാങ്ങിച്ചു. 1/2 കിലോയുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് 2 പേരല്ലേ, 2 ദിവസം കഴിച്ചാൽ മതി. അതുകൊണ്ട് 1/2 കിലോ വാങ്ങിച്ചു. കൂടുതൽ വാങ്ങിച്ചാൽ ശരിയാവില്ല. ഉണ്ടമുളക് ഉണ്ട് കേട്ടോ. ഇതാ ഉണ്ടമുളക് ഉണ്ട്. നാട്ടിൽ ഉണ്ടമുളകാണ്. 4 പീസിന് 2 ദിർഹംസ്. 4 പീസിന് 2 ദിർഹംസ്. കടല അടപ്പായിരിക്കുന്നു. കടല കുക്കറി വെച്ചിരിക്കുകയാണേ. നാളത്തേക്കുള്ള നാളെ അപ്പം കടലക്കറി. നാളെ എന്ന് പറയുമ്പോൾ നാളെ എന്നിട്ട് നാളെ എന്താഴ്ചയാണ്? ചൊവ്വാഴ്ച. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇതിനകത്ത് കഴുകാനിട്ടിരുന്നായിരുന്നു. വെളുത്തുള്ളി കുളന്നിട്ടിരിക്കുകയാണ്. അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ അരിയട്ടെ. എന്നിട്ട് മാങ്ങ എടുത്തത് വരാവേ. ഇതാ മാങ്ങ, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഭയങ്കര വില ഇവിടെ മാങ്ങയ്ക്ക്. പുളി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പുളി ഉണ്ടോ നോക്കണം. മാങ്ങ ഇട്ടൊന്ന് കറി വെക്കും. ഇതൊരാൾക്ക് മാങ്ങ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇച്ചിരി പച്ചക്കറി അങ്ങ് വെക്കാമെന്ന് വെച്ച് മാങ്ങ ഇട്ട് മത്തി പച്ചക്കറി ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ അങ്ങനെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പുളി നോക്കട്ടെ.
നല്ല പുളിയുണ്ട്, ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇൻറ്റുവാ ചക്കര പാവേ, ഇൻറ്റുവാ എന്തുവാ? മാമുണ്ടോ? മാമുണ്ടോ? മാമുണ്ടില്ലേ? ഉണ്ടില്ലേ? ഇല്ലേ? ഇല്ലേ? അപ്പം ആ മാങ്ങായി വന്നു കഴിഞ്ഞ് നമുക്കൊരു ഉണ്ടമുളകുണ്ട്, അതിടാതെ രണ്ടായിട്ട് മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. മീൻ അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല വലിയ മത്തി, വലിയ മത്തിയായിട്ട് കേട്ടോ, അത്യാവശ്യം വലിയ മത്തിയായിട്ട്. മണ്ണത്തി ആയിരിക്കും. രണ്ടെണ്ണം ചെറുവാ, അയാളെന്നെ പറ്റിച്ചുകൊണ്ടോ രണ്ടെണ്ണം ചെറുത് വന്നു. അങ്ങനെ പരിഞ്ഞില് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പരിഞ്ഞില് കണ്ടോ, രണ്ട് മത്തിക്ക് പരിഞ്ഞില് കിട്ടും. കുറച്ച് ഞാൻ കളഞ്ഞാൽ ഉള്ളില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ അരപ്പിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ടു, ഉപ്പൊക്കെ ഇട്ടു. ഉപ്പുണ്ടെന്ന് ഇച്ചിരി നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, ഇനി മേലെ പിന്നെ ഇച്ചിരി ഒഴിക്കണം. ോട്ട് വെക്കട്ടെ. ഇനി വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. മാങ്ങ ഇട്ട മത്തിക്കറി. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ചൂട് കൈ മാറ്റി. ഇങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. നമ്മുടെ മത്തിക്കറി, നല്ല സൂപ്പർ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മത്തിക്കറി, മാങ്ങയിട്ട പച്ചക്കറി വെച്ച് മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ. ബൈ ബൈ.